ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് മോഡിഫയേഴ്സ് എന്ന്. ഓക്കെ, ഡാറ്റ ടൈപ്സിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് ചേഞ്ച്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കുറച്ച് ചേഞ്ച് വരുത്തുന്നുണ്ട്. അതിനെയാണ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. ഈ കീവേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡിഫയേഴ്സ്. അതെന്താണ് ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്സിന് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഒരു ഇൻറ്റീജർ വാല്യൂ, അതിനെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ബൈറ്റ് മീൻസ് എന്താണ്? 8 ബിറ്റ്. ഓക്കെ, 8 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. അപ്പോൾ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലെങ്കിൽ 1, ഇതിലേതെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ്റെ സൈസാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 8 ബിറ്റ് ചേരുന്നതാണ് 1 ബൈറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസ് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ ആ സൈസിന് കുറച്ചും കൂടെ കൂട്ടണം അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കണം, അതിൻ്റെ സൈസിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോഡിഫയേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ ചില കേസിൽ നമുക്ക് സൈനും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈൻഡ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അങ്ങനെ സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സിന് പറയുന്നതാണ് മോഡിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ടൈപ്പ് കാസ്റ്റിംഗ്? ഡാറ്റ ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ടിംഗ് ടു അനദർ വൺ. അതാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ എന്നും കൂടി ഇതിനെ പറയും. ഡാറ്റ കൺവേർഷൻ അല്ലെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടൈപ്പ് കാസ്റ്റിംഗ് തന്നെയാണ്. സി പ്രോഗ്രാമിങ്ങിൽ 2 രീതിയിലുള്ള ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്, സെക്കൻഡ് വൺ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ആ വേർഡിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇംപ്ലിസിറ്റ്, എന്താണ് എക്സ്പ്ലിസിറ്റ്. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ പ്രോഗ്രാം നോക്കി. ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? ഷോർട്ട് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഷോർട്ടാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. എത്രയായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്ത്? 10 എന്ന് കൊടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 10 ആണ്. അടുത്ത എന്താണ്? ഇൻറ്റ് ബി. നമ്മൾ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ വാല്യൂ നമ്മൾ ബിയിലേക്ക് അസൈൻ ചെയ്യുകയാണ്. എ എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പ് ഷോർട്ടാണ്, അതിൻ്റെ വാല്യൂ 10 ആണ്. ആ 10 നമ്മൾ ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവിടെ നടക്കുന്ന ഓപ്പറേഷനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ എന്താണ്? ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലേക്ക് ഒരു ഷോർട്ട് വാല്യൂ അല്ലേ, തേർഡ് ലൈനിൽ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പെർഫോം ആവുന്നു. അതായത് വേരിയബിൾസ് വിച്ച് ഈസ് ഓഫ് ഷോർട്ട് ഡാറ്റ ടൈപ്പ് ഈസ് കോപ്പീഡ് ഇൻ ടു എ വേരിയബിൾ വിച്ച് ഈസ് ഓഫ് ആൻ ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ആസ്കി കോഡാണ് എടുക്കുക. ഓരോ ക്യാരക്ടറിനും കമ്പ്യൂട്ടറിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ആസ്കി കോഡുണ്ട്. ഓക്കെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പോൾ ആ ആസ്കി ASCII എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതൊരു സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പോൾ ഓരോ ലെറ്റർ, ഓരോ ABCD ഓരോ ലെറ്റർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് കീബോർഡിൽ അതിന് കറസ്പോണ്ടിങ് ഇൻപുട്ടായിട്ട് ചെല്ലുന്ന എന്തായിരിക്കും? ഈ ആസ്കി കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്തു. ദെൻ ക്യാരക്ടറിൽ നമ്മൾ എന്തു കൊടുത്തു? ഏത് ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്? K എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. അപ്പോൾ K എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി കോഡ് എന്ന് പറയുന്നത് 107 ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് കമൻറ്റിൽ തന്നിരിക്കുന്നത്. കമൻറ്റ് എന്താണെന്ന് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് Kയുടെ ആസ്കി വാല്യൂ എത്രയാണ്? 107 എന്ന്.
ഓക്കെ. ഇനി ഇൻറ്റ് സം എന്ന് പറയുന്ന മൂന്നാമതൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് സം ഈസ് ഈക്വൽ ടു നമ്പർ പ്ലസ് ക്യാരക്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളാണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ക്യാർ വേരിയബിളാണ്. ക്യാർ എന്നാണ് ഡാറ്റ ടൈപ്പ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കെ ആണ്. അപ്പോൾ 1 + k എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണാൻ നമുക്കറിയത്തില്ല. പക്ഷേ സിസ്റ്റം എന്ത് ചെയ്യും, കെയുടെ ആസ്കി വാല്യൂ എടുക്കും. അപ്പോൾ 107 + 1 108 എന്ന് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആ ക്യാരക്ടറിനെ നമ്മൾ എന്തായിരിക്കുവാണ്, സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആസ്കി വാല്യൂ എടുത്ത് അത് ആഡ് ചെയ്ത് ഇൻറ്റീജറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്തരം കാസ്റ്റിംഗ്, അതായത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ കാസ്റ്റ് ചെയ്യുന്നു, അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ? അങ്ങനെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഓർഡറാണ്, അതിൻ്റെ ഹൈറാർക്കിയാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. അതൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇംപ്ലിസിറ്റ് കൺവേർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് പറയാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഒരു കീവേഡ് ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ട് ടൈപ്പിനെ കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി കൺവേർഷൻസ് ഫ്രം സ്മോളർ ഡാറ്റ ടൈപ്പ് ഇൻറ്റു ലാർജർ ഡാറ്റ ടൈപ്പ് ഈസ് കോൾഡ് ടൈപ്പ് പ്രൊമോഷൻ. നമ്മളിവിടെ പ്രൊമോഷനാണ് കൊടുക്കുന്നത്. സ്മോൾ ഡാറ്റ ടൈപ്പിനെ ലാർജ് സൈസ് വെച്ചിട്ട് ലാർജ് ആയിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെ കൺവേർഷൻ നടക്കുകയാണെങ്കിൽ അത് പ്രൊമോഷനാണ് അല്ലേ. ഇനി ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഓൾവേസ് ഹാപ്പൻസ് വിത്ത് കോമ്പാക്റ്റിബിൾ ഡാറ്റ ടൈപ്പ്. കോമ്പാക്റ്റിബിൾ ആയിരിക്കണം ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇത്രയുമാണ് മെയിൻ പോയിൻറ്റ്സ്. അടുത്ത് നമുക്ക് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. 2 ഇൻറ്റീജർ വേരിയബിൾ, ഒന്നിൻ്റെ വാല്യൂ, ആദ്യത്തേതിൻ്റെ വാല്യൂ 10ഉം രണ്ടാമത്തേതിൻ്റെ വാല്യൂ 3ഉം ആണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യുവാണ്. 10/3, അതായത് വേരിയബിൾ എയുടെ വാല്യൂ 10, വേരിയബിൾ ബിയുടെ വാല്യൂ 3, വേരിയബിൾ സി ഈസ് ഈക്വൽ ടു 10/3 എന്ന് ചെയ്തു. 10/3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? ഇൻറ്റീജർ വാല്യൂ ആണോ? അല്ല, ഫ്രാക്ഷണൽ വരും, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് വരും. അപ്പം ഞാൻ ഇൻറ്റ് സിയിലേക്കാണ് ഈ റിസൾട്ട് സ്റ്റോർ ചെയ്തതെങ്കിൽ ആ സിക്കകത്ത് ഈ പോയിൻ്റുള്ള വാല്യൂ സ്റ്റോർ ആവുമോ? സ്റ്റോർ ആവത്തില്ല. അതെന്ത് ചെയ്യും? ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് വന്ന വാല്യൂസിനെ അത് നിഗ്ലക്റ്റ് ചെയ്യും, അതായത് അത് സ്റ്റോർ ചെയ്യത്തില്ല. പോയിൻ്റ് കഴിഞ്ഞുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യാതെ വരും. അപ്പം നമ്മുടെ കിട്ടിയ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമോ? കറക്റ്റ് അല്ല. 10/3 എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷമുള്ള ഭാഗം റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇൻറ്റീജർ പോർഷൻ മാത്രമേ അതിനകത്ത് സേവ് ആകത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം നോക്കിക്കേ. ഇതിനകത്ത് ഫ്ലോട്ട് 1.2 ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് എന്ത് കൊടുത്തു? 1.2 കൊടുത്തു. ദെൻ ഇൻറ്റു ബി ഈക്വൽ ടു ഇൻറ്റ് ഓഫ് എ പ്ലസ് 1. എന്താ ചെയ്തിരിക്കുന്നത്? ഇൻറ്റ് ഓഫ് എ, അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പം എ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂവിനെ എക്സ്പ്ലിസിറ്റ്ലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. മനസ്സിലായോ? അപ്പം 1.2 എന്ന് പറയുന്നതിൻ്റെ ഈ എക്സ്പ്ലിസിറ്റ് കൺവേർഷനിൽ ഇൻറ്റ് ആക്കുമ്പോൾ അത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 + 1 എത്രയാണ്? 2. അങ്ങനെയാണ് നമുക്ക് റിസൾട്ടിൽ ബി ഈസ് 2 എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യുക. എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണോ ആ ഡാറ്റ ടൈപ്പിനെ ബ്രാക്കറ്റിൽ പാരന്തസിന് ഉള്ളിൽ കൊടുക്കും. ഇവിടെ ഫ്ലോട്ടിനെ നമ്മൾ ഇൻറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അതുകൊണ്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? ഇൻറ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ആ പ്രോഗ്രാം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വേരിയബിൾ എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ അതിന് ഒരു ബി, ഇൻറ്റീജർ വേരിയബിൾ ബി ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ എ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിളിൻ്റെ ഇൻറ്റീജർ വാല്യൂ മാത്രം എടുക്കാൻ വേണ്ടി അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തു. ഇൻറ്റ് ഓഫ് എ എന്ന് കൊടുത്തു. അങ്ങനെ അത് ഫ്ലോട്ടിംഗ് പോയിന്റിൽ എത്തി. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിന് ഇൻറ്റീജറിലേക്ക് എത്തി. അപ്പം 1 മാത്രം എടുത്തു. ആഫ്റ്റർ ടൈപ്പ് കാസ്റ്റിംഗ് റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഒരു സമ്മറി, എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊന്ന് ഓവറോളായിട്ട് നമുക്ക് ഒന്നുകൂടെ ഓർക്കാം. ടൈപ്പ് കാസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടൈപ്പ് കൺവേർഷൻ.
ഇറ്റ് മീൻസ് കൺവേർട്ടിംഗ് വൺ ഡാറ്റ ടൈപ്പ് ഇൻറ്റു അനദർ. ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ടൈപ്പ് കൺവേർഷൻ എന്നും പറയുന്നു. കൺവേർട്ടിംഗ് സ്മോൾ ഡാറ്റ ടൈപ്പ് ഇൻറ്റു എ ലാർജർ വൺ ഈസ് കോൾഡ് പ്രൊമോഷൻ. ഓക്കെ, അല്ലാതെ തിരിച്ചും കൺവേർഷൻ നടക്കും. ഓക്കെ, ഇനി സി പ്രൊവൈഡ് ആൻ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് വേ ഓഫ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക്കലി വെൻ ദ കോമ്പാക്റ്റിബിൾ ഡാറ്റ ടൈപ്പ് ഈസ് ഫൗണ്ട്. കോമ്പാക്റ്റിബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് കണ്ടാൽ സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ്. ഇനി എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് റിക്വയർ എ ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റർ. പാരന്തസിസിനകത്ത് നമ്മൾ കൊടുക്കും. ആ ഓപ്പറേറ്റർ കീവേഡ് വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്താണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓർമ്മയിൽ വെച്ച് വേണം ടൈപ്പ് കൺവേർഷൻ നടത്താൻ. കോമൺ ആയിട്ട് നമ്മൾ കൺവേർഷൻസിൽ പലപ്പോഴും ഇൻറ്റീജേഴ്സിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ അതിൻ്റെയും ഹയർ ആയിട്ടുള്ള ഡബിളിലേക്ക്, അതുപോലെ ക്യാരക്ടറിനെ ഇൻറ്റീജറിലേക്ക് ഒക്കെ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് കോമൺ ആയിട്ട് ചെയ്തു വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചത് മോഡിഫയേഴ്സും ടൈപ്പ് കാസ്റ്റിങ്ങുമാണ്. ഇനി അസൈൻമെൻ്റ് ആണ്. നോട്ട് കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ക്യാരക്ടർ ABCDയുടെ ആസ്കി വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിന് ക്യാരക്ടർ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി. അപ്പോൾ ആ പ്രോഗ്രാം എഴുതി അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അറ്റാച്ച് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ ABCDയും സ്മോൾ ലെറ്റർ ABCDയുടെയും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, താങ്ക് യു.